സ്വർണ്ണക്കൊള്ളക്കേസിൽ SITക്ക് ഇന്ന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നു. കുറ്റപത്രം വൈകുന്നത് കൊണ്ടാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നതെന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. ജനങ്ങൾക്ക് സംശയം ഉണ്ടാകുമെന്നും കോടതി SITക്ക് മുന്നറിയിപ്പ് നൽകി. കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വീണ്ടും ചോദ്യം ചെയ്തു. സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. വിശദമായൊരു റിപ്പോർട്ടിലേക്ക്. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ SITക്കെതിരെ വിമർശനം ഉന്നയിച്ചത്. പ്രതികളിൽ പലരും സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുന്നു. കുറ്റപത്രം 90 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാത്തതുകൊണ്ടാണിത്. ഗൗരവമുള്ള വിഷയമാണിത്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ മോശം പ്രതീതി ഉണ്ടാക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു. അറസ്റ്റ് നടപടിക്രമം പാലിക്കാതെ ആയതിനാൽ കേസ് റദ്ദാക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. എന്നാൽ അറസ്റ്റിന്റെ കാരണം പ്രതിയെ ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനിടെ സ്വർണ്ണക്കൊള്ളയിൽ വ്യക്തത തേടി PS പ്രശാന്തിനെ വീണ്ടും SIT ചോദ്യം ചെയ്തു. ദേവസ്വം പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തയുടൻ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി നൽകിയത് എന്തിനെന്ന ചോദ്യമാണ് P പ്രശാന്തിനോട് പ്രധാനമായും ചോദിച്ചത്. ഇക്കാര്യത്തിൽ അസാധാരണമായ തിടുക്കം ഉണ്ടായിരുന്നു എന്ന സംശയം നേരത്തെ ഹൈക്കോടതിയും ഉന്നയിച്ചിരുന്നു. എന്നാൽ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ദ്വാരപാലക പാളികൾ പോറ്റിക്ക് കൊടുത്തുവിട്ടതെന്ന് പ്രശാന്ത് വിശദീകരിച്ചു. അതേസമയം പാളികൾ ഇളക്കുന്ന കാര്യം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും ഹൈക്കോടതിയിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും പ്രശാന്ത് വ്യക്തമാക്കി. റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ കൈപ്പട പരിശോധിക്കാനുള്ള നീക്കവും പ്രത്യേക സംഘം ആരംഭിച്ചു. ഇതിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ കഴിഞ്ഞ ദിവസം അപേക്ഷ നൽകി. ദ്വാരപാലക പാളികൾ പോറ്റിക്ക് കൊടുത്തുവിടാൻ അനുജ്ഞന നൽകിയതിനാലാണ് പരിശോധന. തന്ത്രി സ്വന്തം കൈപ്പടയിലാണ് ഇക്കാര്യം എഴുതി നൽകിയതെന്ന് ശാസ്ത്രീയമായി തെളിയിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. സ്വർണ്ണക്കൊള്ളക്കേസിൽ നിയമസഭയ്ക്ക് പുറത്തും പ്രതിഷേധം ശക്തമാക്കിയ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. കളക്ടറേറ്റുകളിലേക്ക് DCCകളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞതോടെ വിവിധയിടങ്ങളിൽ നേരിയ സംഘർഷമുണ്ടായി. ഇതിനിടെ ആന്റോ ആന്റണി MPയുടെ സാമ്പത്തിക ഇടപാടിൽ സംശയമുന്നയിച്ച CPIM സംസ്ഥാന സമിതി അംഗം KP ഉദയഭാനു രംഗത്തെത്തി. തിരുവല്ല ബാങ്കിൽ തന്ത്രി നിക്ഷേപിച്ച അത്രയും തുക ആന്റോ ആന്റണി പിൻവലിച്ചെന്നാണ് ഉദയഭാനുവിന്റെ ആരോപണം. ശബരിമല തന്ത്രി 2.5 കോടി രൂപ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് NN രാജുവിൻ്റെ വകയായിട്ടുള്ള ഫൈനാൻസിൽ ഡിപ്പോസിറ്റ് ചെയ്തതായി SIT കണ്ടെത്താൻ കഴിഞ്ഞു. ഈ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ആന്റോ ആന്റണി MP 2.5 കോടി രൂപ എടുത്തതായി പൊതുവെ നാട്ടിൽ അഭിപ്രായമുണ്ട്. എന്നാൽ സ്വർണം കട്ട കൊള്ളക്കാരെ സംരക്ഷിക്കുന്നതിനാണ് ഇത്തരം അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതെന്നായിരുന്നു ആന്റോ ആന്റണിയുടെ മറുപടി. ഇതിനൊക്കെ മറുപടി അർഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ ചെയ്യേണ്ടത് അവർ നാട്ടിൽ കേൾക്കുന്നല്ല, അവർ ചെയ്യേണ്ടത് നാട്ടുകാരുടെ കൺമുമ്പിലാണ്, ജനത്തിൻ്റെ കൺമുമ്പിലാണ് ഈ കൊള്ളക്കാരൊക്കെ സംരക്ഷിക്കപ്പെടുന്നതും അവരെ പാർട്ടിയിൽ സംരക്ഷിക്കുന്നതും അവർക്ക് എതിരെയുള്ള നടപടികൾ സ്തംഭിച്ചു നിൽക്കുന്നതും അന്വേഷണ ഏജൻസിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് അതിനാണ് പരിഹാരം പോകേണ്ടത്. സ്വർണ്ണക്കൊള്ളക്കേസിൽ ജയിലിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഫെബ്രുവരി 10 വീണ്ടും കോടതിയിൽ ഹാജരാക്കും. റിമാൻഡ് 90 ദിവസം പിന്നിട്ടാൽ ജാമ്യഹർജി സമർപ്പിക്കാനാണ് പത്മകുമാറിന്റെ നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.